السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه وأتباعه أجمعين. أما بعد. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടികളെ പല രീതിയിൽ പരീക്ഷിക്കാറുണ്ട്. ദാരിദ്ര്യം കൊടുത്തും അസുഖങ്ങളെ കൊടുത്തും മക്കളെ കൊടുത്തും മക്കളില്ലാതെയും അങ്ങനെ പല രീതിയിൽ അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കാറുണ്ട്. ആ പരീക്ഷണത്തിൻ്റെ ഒരു ഐറ്റമാണ് ശാരീരികമായ അസുഖങ്ങൾ. ചില ആൾക്കാർക്ക് ഒരു ദിവസം പനി വരും. ആ പനി മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം ശരീരത്തിന് വേദന വരും. കൈക്ക് വേദന, കാലിന് വേദന, പുറം വേദന, ശരീരം വേദന, അങ്ങനെ മാറി 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 ഓരോ വേദനകളും അസുഖങ്ങളും അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികൾക്ക് കൊടുത്ത് പരീക്ഷിക്കും. അത് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വലനബിലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്തി വബശിരിസ് സാബിരീൻ. ദാരിദ്ര്യം കൊണ്ടും അസുഖങ്ങളെ കൊണ്ടും മുതലുകളെ ഇല്ലാതാക്കിയും എല്ലാ രീതിയിലും അല്ലാഹു തആല അവൻ്റെ സൃഷ്ടികളെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൽ ഒന്നാണ് അസുഖം. ആ അസുഖം വന്നാൽ ഏത് വിധത്തിലുള്ള അസുഖമാണെങ്കിലും എല്ലാം സബൂറ ചെയ്യുന്നവൻ്റെ കൂട്ടത്തിൽ അള്ളാഹു നിൽക്കും. അപ്പം ചിലവർക്ക് പനി വന്നാൽ അത് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശരീരവേദന അല്ലെങ്കിൽ കൈവേദന, കാലുവേദന, മാറി മാറി അസുഖങ്ങളുണ്ടാവും. അപ്പോൾ കൈക്കോ കാലിനോ വേദന വന്നാൽ സൂറത്തുൽ അൻആമിൻ്റെ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂർ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. ഈ ആയത്ത് ഓതി കയ്യിലൂതി വേദനയുള്ള ഭാഗത്ത് തടകണം. അങ്ങനെ 7 പ്രാവശ്യം ചെയ്യണം. 7 ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അസുഖം ശിഫയായി കിട്ടും. അത് കഴിയുമ്പോഴായിരിക്കും മറ്റെവിടെയെങ്കിലും ഒരു വേദന വരുന്നത്. ആ വേദന വരുമ്പോഴെന്ത് ചെയ്യും? അലം നശ്റഹ് സൂറത്ത് അല്പം വെള്ളമെടുത്ത വെള്ളത്തിൽ 7 തവണ ഓതി ആ വെള്ളം കുടിക്കുക. അപ്പോഴും അസുഖത്തിനൊരു മാറ്റം വരും, ശിഫയുണ്ടാകും. കാരണം പരിശുദ്ധ ഖുർആൻ അതുപോലെ കഴിവുള്ളതാണ്. ആ കഴിവുള്ള പരിശുദ്ധ ഖുർആൻ ഓതി ഓതി തടകിയാലും ശിഫ കിട്ടും, ഓതി വെള്ളത്തിൽ ഓതി കുടിച്ചാലും ശിഫ കിട്ടും. അതിപ്പോൾ ആ വേദനയോ ബുദ്ധിമുട്ടുകളോ മാറുന്നതിന് വേണ്ടി അലം നശ്റഹ് സൂറത്ത് 7 തവണ വെള്ളത്തിലൂതി കുടിക്കുക. അല്ലാഹു തആല ശിഫ തരും. അല്ലെങ്കിലോ തലവേദന, ഒരാൾക്ക് ഇന്ന് കൈവേദനയോ ശരീരവേദനയൊക്കെ വന്ന് മാറിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം തലവേദന ഉണ്ടാവും. ആ തലവേദന വന്നാൽ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 7 തവണ ഓതണം. നെറ്റിയിൽ കൈവച്ചുകൊണ്ട് 7 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 5 നേരത്തെ നിസ്കാരത്തിന് ശേഷവും. ഈ അമലുകൾ ചെയ്യുന്നവർ എല്ലാവരും നിസ്കാരമുള്ളവരായിരിക്കണം. നിസ്കാരിച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. അല്ലാഹു തആല പെട്ടെന്ന് ഫലം തരും. അതുപോലെ ഈ ഓരോ അസുഖത്തിനും മാറി മാറി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളില്ല. തലവേദനക്കൊന്ന്, ശരീരവേദനക്കൊന്ന്, പനിക്കൊന്ന്, അങ്ങനെ ഓരോ അസുഖത്തിനും നിങ്ങൾ ഓരോന്നോരോന്ന് ചെയ്യേണ്ട കാര്യമില്ല. മൊത്തത്തിൽ ശാരീരികമായ എല്ലാ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടി ഒരൊറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു പാത്രം വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ 70 ഫാത്തിഹ, 70 ആയത്തുൽ കുർസി, 70 ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത്, സൂറത്തുൽ ഫലഖ് 70, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് 70 തവണ, സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് എന്ന സൂറത്ത് അത് 70. പിന്നെ ആലി ഇമ്രാനിലെ 154-ാമത്തെ ആയത്ത് 7 തവണ, സുമ്മ അൻസല അലൈക്കും മിൻ ബഅദിൽ ഗമ്മി അമനത്തൻ നുആസൻ യഗ്ഷാ ത്വാഇഫത്തൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, ആ ഒരൊറ്റ ആയത്ത് 7 തവണ ഓതുക. അതിനുശേഷം സൂറത്തുൽ ഫത്ഹിൻ്റെ 29-ാമത്തെ ആയത്ത്, മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അഷിദ്ദാഉ അലൽ കുഫാരി എന്ന് തുടങ്ങുന്ന ആയത്ത്, അതും 7 തവണ ഓതി ഈ വെള്ളത്തിൽ ഊതുക. അതിനുശേഷം തിബ്ബിൽ ഖുലൂബി സലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹാ വനൂരിൽ അബ്സ്വാരി വളിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആ സലാത്ത് 7 തവണ ഓതി വെള്ളത്തിൽ ഊതുക. അതിനുശേഷം സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം എന്ന സ്വലാത്ത് 10 തവണ ഓതി അതും ഈ വെള്ളത്തിൽ ഊതുക. ഇതെല്ലാം ഒരു ദിവസം തന്നെ ചെയ്യണമെന്നില്ല. കുറേശ്ശെ ഓതി വെള്ളത്തിൽ ഊതി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയായി ഓതിന് ശേഷം മാത്രം 1 ഗ്ലാസ് വെള്ളം വീതം രാവിലെയും വൈകിട്ടും കുടിക്കുക. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആന്റെ ഹഖ് കൊണ്ട് നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും വേദനകളും അല്ലാഹു തആല ശിഫയാക്കി തരും. കൂടുതലും ഇതിന് പെട്ടെന്ന് ഫലപ്രാപ്തി വരാൻ
നിസ്കാരം ആവശ്യമാണ്. നിസ്കാരത്തിന് ശേഷം നമ്മൾ ചെയ്താൽ അള്ളാഹു തആല അസുഖങ്ങളെല്ലാം പെട്ടെന്ന് ശിഫിയാക്കി തരും. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പല ആവശ്യങ്ങളും പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എല്ലാത്തിനും ഓരോ വീഡിയോകളിലും അതിനുള്ള മറുപടി ഇൻഷാ അള്ളാഹ് തരാം. മദ്യപാനം, ക്യാൻസർ, അതുപോലെ എല്ലാ മാറാവ്യാധികളും മാറുന്നതിനുള്ള എല്ലാ ഖുർആനിൻ ആയത്തുകളും ഇൻഷാ അള്ളാഹ് അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്തു തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും കാണണം. കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ ഇത് ചെയ്യാൻ അറിയാൻ മേലാത്ത ഇതര മത സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്പരുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. 9048664848 നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇൻഷാ അള്ളാഹ് എല്ലാത്തിനും പരിഹാരം പരിശുദ്ധ ഖുർആനിലുണ്ട്. നിങ്ങളാരും എന്ത് അസുഖം വന്നാലും എന്ത് പ്രശ്നം വന്നാലും നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുടങ്ങാതെ കാണണം. അല്ലാഹു തആല നമ്മൾ ചെയ്യുന്നതും കേൾക്കുന്നതുമായ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.